10 ഏതെങ്കിലും ഒരെണ്ണത്തിന് പോലും തൃപ്തികരമായ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി ശ്രമിച്ചതുകൂടിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞ കലോത്സവ വേദിയിലെ ദേശഭക്തി ഗാനത്തിന്റെ സ്റ്റേജിൽ വന്നിട്ട് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച കുട്ടിയുടെ അവസ്ഥയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന് സഭയിലുണ്ടായത്. പുള്ളി വേദി മാറിയ ഇന്ന് പരിപാടി അവതരിപ്പിച്ചത്. ഇന്ന് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തതിനെ സംബന്ധിച്ച് അവിടെ പ്രതിപക്ഷത്തെ അംഗങ്ങൾ അവതരിപ്പിച്ച ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി വേണ്ടേ? പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മറുപടി വേണ്ടേ? സ്വപ്ന സുരേഷിന്റെ ക്രെഡിബിലിറ്റി ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. ആ ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ആദ്യമായി ഒപ്പിട്ട് കൊടുത്തത് ഈ ഗവൺമെന്റും LDF-ഉമാണ്. അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടപ്പോ അവർക്കെതിരെ ചരിത്രത്തിലില്ലാത്ത വിധം ഹൈക്കോടതി ജഡ്ജിനെ വെച്ചിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിട്ട് സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾക്ക് കേരളത്തിൽ ആദ്യമായി ലെജിറ്റിമസി നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സർക്കാരും LDF-ഉമാണ്. എന്നിട്ട് ഇപ്പൊ ഞങ്ങളോട് ചോദിക്കുന്നു, സ്വപ്നയെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഞങ്ങൾ ഇന്നത് അവതരിപ്പിച്ച മുഴുവൻ ആളുകളുടെയും ഞങ്ങളുടെ ഭാഗത്ത് സംസാരിച്ച ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഏതെങ്കിലും കേട്ടുകേൾവിയുടെ പുറകെയല്ല പോയത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ കേട്ട ആരോപണങ്ങളോടുള്ള ലോഫുൾ റെമഡീസിന് പകരം, നിയമപരമായ നടപടികൾക്കും ഇടപെടലുകൾക്കും പകരം നിയമവിരുദ്ധ വെപ്രാളത്തിന്റെ വഴിയെ കേരളത്തിലെ ഗവൺമെന്റ് സഞ്ചരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേരളത്തിന്റെ പ്രതിപക്ഷത്തിനുണ്ട്. അത് ഈ നിയമസഭയിൽ വന്നിട്ട് തന്നെയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സംഘപരിവാറിനെതിരെ സംസാരിക്കാത്തതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംഘപരിവാറിനെ നേരിടേണ്ടടുത്ത്, എതിരെ സംസാരിക്കേണ്ടടുത്ത്, തെരുവിൽ യുദ്ധം ചെയ്യേണ്ടടുത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ സഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയമല്ലേ പറയേണ്ടത്? മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ കൊണ്ടു നടന്നതും പരിപാലിച്ചതും വളർത്തി വലുതാക്കിയതും ഇപ്പൊ മറ്റവരെ ഏൽപ്പിച്ചതും രണ്ടുപേരും, സംഘപരിവാറും CPM-ഉം ഒരുപോലെ ഇക്കാര്യത്തിൽ കള്ളക്കളി നടത്തുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വളരെ വ്യക്തമാണ്. ED വേട്ടയാടുക എന്താണ് എന്നുള്ളത് ജലീലിനും മുഖ്യമന്ത്രിക്കും മനസ്സിലായിട്ടില്ല. 1 രൂപയുടെ അസറ്റ് പോലും മൂവ് ചെയ്തിട്ടില്ലാത്ത, 1 രൂപയുടെ ട്രാൻസ്ഫർ പോലും നടക്കാത്ത ഒരു കേസിനകത്ത് 5 ദിവസങ്ങൾ കൊണ്ട് 54 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ ഗ്രില്ല് ചെയ്യാൻ ED കാണിച്ച വ്യഗ്രത, P. ചിദംബരത്തിന്റെ മകന്റെ പേരിലുള്ള കേവലം 9.96 ലക്ഷം രൂപയുടെ ഒരു കള്ളക്കേസിൽ 105 ദിവസം ജയിലിലിടാൻ ED കാണിച്ച ഒരു തിടുക്കം, കോടതി CBI കേസിൽ ജാമ്യം കൊടുത്തപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ED കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ അവർ കാണിച്ചൊരു വ്യഗ്രത, അതൊക്കെ കോൺഗ്രസിനും കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർക്കും എതിരെ നടക്കുന്ന വേട്ടയാടലാണ്. ED പിണറായി വിജയനെയും ജലീലിനെയും തലോടുകയാണ് ചെയ്തത് എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് അദ്ദേഹം സഭയിൽ പറഞ്ഞ മറുപടികളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അവരുടെ കള്ളക്കളികളും ഇവരുടെ കള്ളക്കളികളും രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഈ നാടകം, എന്നാൽ പരസ്പരം കോൺഗ്രസിനെ ചേർത്ത് പഴിചാരി നടത്തുന്ന, UDF-നെ പഴിചാരി നടത്തുന്ന ഈ നാടകം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഈ ചോദ്യങ്ങൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതൊരു ദിവസം സഭയിൽ ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കൊണ്ട് തീരേണ്ട കാര്യങ്ങളല്ല. കേരളത്തിന് അറിയണ്ടേ എന്തിനാ അജിത് കുമാർ എന്ന് പറയുന്ന വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ 30 തവണ ഷാജ് കിരണിനെ വിളിച്ചത്? രമേശ് ചെന്നിത്തല ഷാജ് കിരണൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് ഇതാ പ്രതിപക്ഷത്തിനുള്ള മറുപടി എന്നാ പറയുന്നത്. ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ രമേശ് ചെന്നിത്തലയോട് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ഷാജ് കിരൺ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരായി ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ എന്താ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആർജവം ഉണ്ടായില്ല? മുഖ്യമന്ത്രി